ഇപ്പോൾ റഹീമിൻ്റെ ഓരോ മൊമെൻറ്റ്സുകളും പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുന്ന ഈ ഓൺലൈൻകാരുണ്ടല്ലോ, ഈ ഓൺലൈൻകാർ ചെയ്യുന്നത് റഹീമിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. സമയമുണ്ട്, എത്തിയിട്ടല്ലോളൂ. പല ഭാഗത്തും പല കാര്യങ്ങളും നോക്കാം. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യമായിട്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. എല്ലാ വീട്ടിലും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസം അതിനേക്കാളേറെ സന്തോഷമാണ്. പക്ഷെ കാസർഗോഡ് ഭാഗത്തുനിന്ന് സെറീന എന്ന് പേരുള്ള 27 വയസ്സുള്ള ഒരു യുവതി മരണപ്പെട്ടത് പെരുന്നാളിൻ്റെ തലേ ദിവസം, അറഫ നോമ്പിൻ്റെ അന്ന്. 27 വയസ്സുള്ള സെറീനയുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഇവരുടെ ഉമ്മ ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാറുണ്ടത്രേ. അങ്ങനെ ഭർത്താവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഷെഡുണ്ട്. ആ ഷെഡിലാണ് ഈ പാവം സെറീന സഹിക്കാൻ പറ്റാതെ ഈ കൃത്യം ചെയ്തത്. സെറീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന്, ആ അമ്മായിമ്മയിൽ നിന്ന് മാനസികമായിട്ട് പീഡനം ഉണ്ട് എന്നാണ് ആ കുടുംബം പറയുന്നത്. പാവം, അത് ജീവൻ എടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ എത്തുക എന്ന് പറയുന്നത് എന്തുമാത്രം ഒരു ദുരവസ്ഥയാണല്ലേ. കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് പടച്ചോൻ തരുന്നൊരു സാധനമല്ലേ. ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വസ്തുവല്ലല്ലോ, നമ്മളിത് കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. ഇത് പടച്ചോൻ തരണ്ടേ. എത്ര കുടുംബങ്ങൾ, എത്രയോ ദമ്പതികൾ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവരുണ്ട്, അതിൽ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗുരു എനിക്ക് സമ്മാനിച്ചൊരു മരുന്നുണ്ട്. ആ മരുന്ന് വളരെ ചെറിയൊരു വലിയ എന്താ പറയുക, പണച്ചെലവില്ലാത്തൊരു മരുന്നാണ്. അത് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായ കഥ എനിക്കറിയാം. അത് കഴിച്ചിട്ടും കുട്ടികളില്ലാത്ത ആളുകളുണ്ട്. എൻ്റെ അടുത്ത് പലരും കൗൺസിലിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളില്ലാത്ത വർഷങ്ങളോളം ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. എൻ്റെ ഗുരു എനിക്ക് സമ്മാനിച്ച ഒരു നാടൻ മരുന്നാണ്. ആ മരുന്ന് 2-3 കൗൺസിലിങ് കഴിഞ്ഞാണ് അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഞാനത് കൊടുക്കലുണ്ട്. പല ആളുകൾക്കും കുട്ടികൾ ഉണ്ടാവലുണ്ട്. ഇതൊക്കെ ചികിത്സിച്ചാൽ പോലും വരാത്ത ആളുകളുണ്ട്. ഒരു കുഴപ്പമില്ല, പക്ഷേ കുട്ടികൾ ഉണ്ടാവണില്ല. അത് പടച്ചോൻ്റെ വിധി അങ്ങനെയാണ്. അതിന് കുറേ ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായില്ലേ, വിശേഷമായില്ലേ, എൻ്റെ മോൻക്കൊരു കുട്ടീനെ ഉണ്ടാക്കാൻ കൊടുക്കാത്ത ഇതൊരു പഴയ തള്ളാര സ്റ്റൈൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഒരു പക്ഷേ സ്ത്രീകൾക്ക് മനസ്സിലാവും അവരുടെ അമ്മായിമ്മയിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന ആള് പാവം സെറീന. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ വാക്കിനോ നമ്മുടെ പ്രവർത്തിക്കോ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോ വെറുതെ വിടൂല. കാസർഗോഡുള്ള ആദൂർ സ്റ്റേഷൻ്റെ കീഴിലാണ് ഈ സംഭവം നടന്നത്. ഒരു കർണാടക പുത്തൂരിലാണത്രേ ഈ ഒരു സെറീനയുടെ വീട്. കാണാൻ ഭംഗിയുള്ളൊരു കുട്ടി. പടച്ചോനത് കൊടുക്കണില്ലെങ്കിൽ എന്താ ചെയ്യുക? നമ്മളിങ്ങോട്ട് കടലിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിടിച്ച് മേടിച്ചുകൊണ്ട് തന്നെ അല്ലല്ലോ. എനിക്കറിയാവുന്ന ഒരു യുവതിയുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ നല്ല കാണാൻ ഭംഗിയൊക്കെ ഉള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബം. പക്ഷേ കുട്ടികളുണ്ടായില്ല. കുട്ടികളില്ലാത്തതായത് ഒരു 4 വർഷം അവർക്ക് വലിയ പ്രശ്നമായിരുന്നു, കുട്ടികളില്ലാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ അവരൊരു ഗുരുവിനെ പോയി കണ്ടെത്തി. ആ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ: പടച്ച റബ്ബ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കലാണ് ഹൈറെങ്കിൽ അത് നൽകും. നിങ്ങൾ മാന്യമായ ചികിത്സകളൊക്കെ നൽകുക. എന്നിട്ടും തരുന്നില്ലെങ്കിൽ പടച്ചോൻ അത് വിധിച്ചിട്ടില്ലെന്ന് കരുതി സന്തോഷിക്കാൻ പറഞ്ഞു, സംതൃപ്തി നേടാൻ പറഞ്ഞു. ഇന്ന് ആ കുടുംബം കുട്ടികളില്ലാതെ റാഹത്തായിട്ട് കഴിയുന്നു. അപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നൊരു മരുമകളെ വിശേഷമാവാത്തതിൻ്റെ പേരിൽ നമുക്ക് ചോദിക്കാം, എന്താണ് വിശേഷമാവാത്തത്, ഇത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്? അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു രീതി നമ്മുടെ വാക്കിൽ നിന്നുണ്ടാവരുത്. ചില അമ്മായിമാർക്കൊരു സ്വഭാവമുണ്ട്. അവർ കുട്ടികളില്ല പിന്നെ അവരെ മച്ചി അത് ഇതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. ചില ഭർത്താക്കന്മാരെന്താ ചെയ്യാന്നറിയും, ഭാര്യക്കാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണിട്ടാൻ തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞ്, അമ്മയും അത് പറഞ്ഞ്, മറ്റാളത് പറഞ്ഞ്, നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോയി കളയുന്നത്? അതില്ലെങ്കിൽ വേറെ ജീവിക്കണം. പടച്ചോ വിധിക്കാത്തൊരു കാര്യം നമ്മളെ അംബാനിയാക്കിയിട്ടില്ല, നമ്മളെ അദാനിയാക്കിയിട്ടില്ല, നമ്മളെ എം എ യൂസഫിലാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ നമുക്ക് പടച്ചോ കുട്ടികളും തന്നില്ല. മുന്നോട്ട് പോയിട്ട് ജീവിക്കണ്ടേ? ആ ജീവിത പാഠമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം പറയാണ്ട്, റഹീമിൻ്റെ മോചനമൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ, ഒരുപാട് സന്തോഷം. റഹീം ഇപ്പോൾ പല ഓൺലൈൻ ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് റഹീം പറയുന്നത് ഒരു നല്ല യത്തീമായ കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സമയമുണ്ട്, എത്തിയിട്ടല്ലോളൂ. പല ഭാഗത്തും പല കാര്യങ്ങളും നോക്കാം. മുന്നോട്ട് പോകാൻ ഉമ്മ പറയുന്നുണ്ട് ഇനി ഒരു പെണ്ണൊക്കെ കെട്ടണം. സമയമുണ്ടല്ലോ. ഇവിടെ എത്തിയ എല്ലാം സ്വസ്ഥമായിട്ട് മറ്റേ കൂടെ നിൽക്കുന്നത് എല്ലാം കണ്ടത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവല്ലോ.
ആളുകളൊക്കെ കമന്റിൽ ചോദിക്കുന്നത് അതിനൊരു നല്ലൊരു പെണ്ണ് ഭദ്രമായിട്ട് കിട്ടുക, നല്ലൊരു ജീവിതം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇതുവരെ റഹീംഖ വീട്ടിലെത്തുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പറഞ്ഞത്. ഇനി റഹീംഖാന്റെ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ദുആ ചെയ്യുന്നത്. അതിന്റെ സമയമാകുമ്പോ അത് നടക്കും. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. മനസ്സിലൊരു ആഗ്രഹമുണ്ട് വാപ്പില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുവരണമെന്നുള്ളത്. വന്നപ്പോ തന്നെ ബാപ്പിന്റെ അടുത്ത് പോയി വന്നില്ലേ? കബർസ്ഥാനിൽ പോയി ഒരു എത്തിമായ കുട്ടിയെ നെയ്യത്തുണ്ട്. ഞങ്ങൾ സാധ്യത ഒത്തു വന്ന അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും. ഇത്ര സമയം ഇവിടെ എത്തിയതെന്ന് അപ്പോൾ റഹീമിൻ്റെ ഈ സന്തോഷങ്ങളൊക്കെ നമുക്കും കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ഒരു വലിയൊരു അപകടമുണ്ട്. റഹീം ഇപ്പോൾ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. കാരണം ഈ ഓൺലൈൻ ചാനലുകളൊക്കെ ഇപ്പോഴത്തെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയും ആഘോഷിക്കാൻ തുടങ്ങിയാൽ റഹീമിന് വലിയ വിനയാവും. ഇതുവരെ ആഘോഷിച്ചവരൊക്കെ താഴത്തേക്കിടും, ഇതുവരെ ആഘോഷിച്ച ആളുകളൊക്കെ താഴേക്കിടും. ലോറിയുടമ മനാഫിരങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചൊരു പേരാണെന്ത്, ഈ ഒരു ലോറി ഉടമ മനാഫ്. ഇതേ മലയാളികൾ തന്നെ പിന്നെ അവനെ കണ്ടുകൂടാതായി, അവനെ തള്ളിപ്പറഞ്ഞു. കാരണം സോഷ്യൽ മീഡിയ പൊക്കിക്കൊണ്ടുവരുന്ന ആളുകളെ സോഷ്യൽ മീഡിയ തന്നെ താഴ്ത്തും. ഇപ്പോൾ റഹീമിൻ്റെ ഓരോ മൊമെൻറ്റ്സുകളും പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുന്ന ഈ ഓൺലൈൻകാരുണ്ടല്ലോ, ഈ ഓൺലൈൻകാർ ചെയ്യുന്നത് റഹീമിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം റഹീം വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുള്ളതൊന്നുമല്ല. ഈ ഓൺലൈൻകാരോട് നോ പറയാം. ഇനി നിങ്ങൾ ഓൺലൈൻകാരടുത്ത് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ പിന്തുണയുണ്ടല്ലോ, നാനാജാതിയിൽ ഈ ഒരു മറ്റേ ശശികലയെ പോലെയുള്ള കുറച്ച് വിശകലകൾ മാത്രമാണ് ഇങ്ങനെ ഒരു കുറ്റവാളി എന്തിനെ ആഘോഷിക്കുന്നത് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താലിമാല വിറ്റിട്ട് വരെ നിങ്ങളുടെ മോചനത്തിന് വേണ്ടി പണം കൊടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു. കേക്കാവോ? നിന്നെ കാണാം. ഭയങ്കര സന്തോഷായി. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യമായിട്ട്. ഓക്കെ ഉമ്മാനെ ഒന്നോർ കാണിച്ച്. ഓക്കെ. എനിക്കതൊന്നും പറയാനും പറ്റുന്നില്ല. അയ്യോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ സഹായമാണ്. ആ ആളുകളൊക്കെ നിങ്ങളെ താഴത്തേക്കിടും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഓൺലൈൻകാരോട് സന്തോഷത്തോടു കൂടി നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ എന്തോ ഒരു വലിയ സംഭവമാക്കി മാറ്റേണ്ടതൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരങ്ങനെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞ് വന്ന ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ റീസണും പറയണ്ടാവും. ആരും മനഃപൂർവ്വം കൊല്ലുന്നതൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോണതാണ്. നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ അവിടുത്തെ സൗദിയിലെ കോടതി നിങ്ങൾ മനഃപൂർവ്വം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് അത് ഒഴിവാക്കിയിട്ടും 20 വർഷത്തെ ജീവപര്യന്തം തടവിന് നിങ്ങളെ വിധിച്ചതും നിങ്ങളെ ശിക്ഷിച്ചതും. അത് കഴിഞ്ഞ് വന്ന ഒരാളാണെന്ന് റഹീമിനും ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ആ ഉമ്മാൻ്റെ കരച്ചിലുകാരനാണ് മലയാളികളൊക്കെ സഹായിച്ചത്. ഉമ്മാൻ്റെ ആ ഒരു കണ്ണുനീര് ഒരു റമദാനിൽ കണ്ടപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണമാണ് സഹായിച്ചത്, ഞാൻ കാരണമാണ് പുറത്തിറക്കുന്നത്. ഇതിനെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. ഓരോരുത്തരും ഓരോ നിലക്ക് സഹായിച്ചവരായിരിക്കും. ഈ റഹീമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ അമിതമായ ആവേശവും ആഘോഷവും റഹീമിനെ കൂടുതൽ അപകടത്തിലാക്കാനേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട റഹീമെ, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ഇന്നലെ വന്നു, എല്ലാവരും കൊടുത്തു പറഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കുറേ ഓൺലൈൻകാർ വരുന്നത് അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് റവന്യൂ ഉണ്ടാക്കാൻ ഒരു റുപ്യ പോലും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് അന്ന് പിരിഞ്ഞ് കിട്ടിയ കോടികളൊക്കെ ഉണ്ടല്ലോ, അതുപയോഗിച്ചിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു അനാഥയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ ഒതുങ്ങുക. നിങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് നിങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ ഇടയാക്കിയുള്ളൂ. നിങ്ങൾ നോക്കി വെച്ചോ, ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു പേരാക്കിയിട്ട് ഇത് മാറ്റും. അതാണ് ഈ ഓൺലൈൻകാർ ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യത്തോടെയാണ് ഞാനിത് പറഞ്ഞത്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനിവിടെ ഒരു ഫ്ലാഗ് ഞാൻ കാണിച്ചു തരാം, ഒരു പതാക. ഇത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു രാജ്യമാണിത്. അതായത് ഈ ഒരു രാജ്യത്താണ് കേരളത്തിലുള്ള അതിപ്രശസ്തനായ മുസ്ലിമായ ആദ്യത്തെ മനുഷ്യൻ ചേരമാൻ പെരുമാളിൻ്റെ
എന്താ പറയുക ഖബറിടമുള്ളൊരു നാട് ഈ രാജ്യമാണ്. ഈ രാജ്യത്തെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഈ രാജ്യം ഒരു കണ്ടാൽ ഇതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു നല്ല തെങ്ങുകൾ, വാഴകൾ, ഒരു കേരളീയ രൂപഭാവമുള്ള ഒരു നാടാണ് ഈ ഒരു രാജ്യം. ഈ രാജ്യം വളരെ സമാധാനപ്രിയരാണ്. വളരെ അറബികളിൽ തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളേക്കാൾ ഒരു പ്രത്യേകതയുള്ളൊരു രാജ്യമാണ് ഈ ഒരു രാജ്യം. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഇത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.